എല്ലാ ദിവസവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ശുഭദിന സന്ദേശം കേട്ടിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കാത്തത് എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് പല പ്രാവശ്യം പലരും ചോദിച്ചിട്ടുള്ളതാണ്. വേറെ പലതരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ദൈവത്തെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതെന്നൊക്കെ. ഭക്തകുചേല എന്ന ഒരു സിനിമയിൽ കമൂറ പുരുഷോത്തമൻ പാടിയ ഒരു പാട്ടുണ്ട്. ഈശ്വര ചിന്തയൊതന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. പിന്നെ പറയുന്നതെല്ലാം ഇങ്ങനെ ഒരു ഇഹപര സുഹൃതം ഏകിടുമാർക്കും ഇത് സംസാര വിമോചന മാർഗം എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിനകത്ത് ഈ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ വിപത്തുകളുടെ ഒരു കാരണത്തെക്കുറിച്ച് അദ്ദേഹം പാടുന്ന ഒരു 4 വരിയുണ്ട്. 10 ലഭിച്ചാൽ 100 ദാഹം, ആ 100 1000 മോഹം, 1000 10,000 ആകണം, ആശയ്ക്കുലകത്തിൽ അളവുണ്ടാകുമോ എന്നാണ്. ഇങ്ങനെ നമുക്ക് നിയന്ത്രണമില്ലാത്ത ഈ ഉപനിഷത്തുകളിൽ പറയേണ്ട നമ്മുടെ ഇന്ദ്രിയങ്ങൾ കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയാണ്. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയിൽ ഇന്ദ്രിയങ്ങൾ നൽകിയ ദൈവത്തെ അവർ മറന്നുപോകും. അപ്പം ദൈവത്തിൻ്റെ ജാതിയും മതവും വർഗവും വർണ്ണവും ദേശവും ഭാഷയൊന്നും ഇല്ലല്ലോ. ദൈവം എല്ലാ മനുഷ്യരുടെയും നന്മ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ആ ദൈവത്തെ ഓർത്ത് മനുഷ്യനെ നന്മയുടെ പാതയിൽ ചരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കാത്തതിൻ്റെ കാരണം ദൈവം ആഗ്രഹിക്കുന്ന പോലെ മനുഷ്യൻ നടക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ട വഴിയിൽ മനുഷ്യനാകാത്തത് കൊണ്ടാണ്. ചില കുട്ടികളെ നമ്മൾ കണ്ടു കാണും, ഈ പരീക്ഷ അടുക്കുന്ന സമയത്ത് വലിയ ഭക്തരായിട്ട് മാറും. രസകരമായ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. ഒരു കാര്യമായ ഈശ്വരവിശ്വാസമൊന്നും ഇല്ലാത്തൊരു കുട്ടി ഒരുപാട് വലിയ പരീക്ഷ എടുത്തപ്പോൾ ഒരുപാട് വലിയ തീവ്ര നേർച്ച കാഴ്ചകൾ നടത്തുന്നു. അപ്പം ഞാനൊരു ദിവസം തമാശയ്ക്ക് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ ഞാൻ കോപ്പി അടിക്കുന്നത് സാറ് കാണാതെ എന്നെ രക്ഷിക്കണമെന്നാണ്, അല്ലാതെ എനിക്ക് നല്ലോണം പരീക്ഷ എഴുതാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്നല്ല. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ പഠിക്കാതെ ദൈവത്തോട് പരീക്ഷ നന്നായിട്ട് എഴുതാൻ സഹായിക്കണമെന്ന് പറഞ്ഞ അർത്ഥമില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കോപ്പി അടിക്കുന്നത് ആരും പിടിക്കാതെ എന്നെ കാത്തോളെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇങ്ങനെ ഈ കോപ്പി അടിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്? അപ്പം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് സാറേ ഈ ലോകത്ത് നടക്കുന്നതൊക്കെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഇതായിരുന്നു ആ ഒരു കൊച്ചിൻ്റെ ചോദ്യം. വലിയ പ്രായമൊന്നുമില്ലാത്തൊരു കൊച്ചാണ്. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നമുക്കിഷ്ടമുള്ള കാര്യത്തിൽ ചെയ്തിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അവയിലുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നത് കപടഭക്തിയാണ്. നമ്മളിപ്പോൾ കേട്ട ഈ ഗാനത്തിൽ പറഞ്ഞ മാതിരി എന്ത് കിട്ടിയാലും ആർത്തി വരാത്തവണ്ണം ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാനുള്ള, ഇന്ദ്രിയ സുഖം തേടിയുള്ള ഒരു യാത്രയിൽ ദൈവം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ അനുഗ്രഹിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അവയെ അനുഗ്രഹിക്കണം എന്നുള്ളൊരു പൊയ്മുഖം, ഒരു കപടമുഖം, ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നം. ഇത് കണ്ടിട്ടാണ് പലപ്പോഴും കുട്ടികളും വഴിതെറ്റിപ്പോകുന്നത്. കുട്ടികൾക്ക് നമ്മുടെ കൈവിട്ട് പോകുന്നതിൻ്റെ കാരണം അത് അവർക്ക് ഈ കാവട്യം പെട്ടെന്ന് തിരിച്ചറിയും. അപ്പം ആ ഒരു ജീവിതശൈലിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഒരു പാതയിൽ അല്ലാത്തതുകൊണ്ടാണ്. നമുക്കൊരു വ്യക്തി ഒരു സമ്മാനം തരുവാനായിട്ട് ഒരു ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തെത്തേണ്ട വഴിയിലൂടെ പോകാതെ വേറെ സ്ഥലത്തേക്കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ആ സമ്മാനം കിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ദൈവത്തെ ഓർത്തുകൊണ്ടും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ
ആ നീതി പ്രവർത്തിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവും. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.